ഒരു മാസം അങ്ങനെ പോയതറിഞ്ഞില്ല. അപ്പോൾ ഇനി കൊണ്ടുപോകാനുള്ള ഓരോ ഐറ്റം വീതം റെഡിയാക്കി തുടങ്ങണം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പുട്ടിൻ്റെ പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, ചിപ്സ് അങ്ങനെ പലതും. അപ്പോൾ കായൊക്കെ കൊണ്ടുവന്നു അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ നമുക്ക് ആ ഒരു വെച്ച് അരിയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് അരിഞ്ഞിടായിരുന്നു. എന്നാലും എൻ്റെ അരിച്ചിൽ അത്ര മോശമൊന്നും അല്ല കേട്ടോ. ഞാനും നൈസിന് അങ്ങനെ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. തോടൊക്കെ കളഞ്ഞ് കുറച്ച് സമയം കായ വെള്ളത്തിലിട്ടിട്ട് പിന്നെ വാർത്ത് വെച്ചിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ പുറത്താണ് അടുപ്പ് കൂട്ടിയത്. അതാകുമ്പോൾ നമുക്ക് വെളിച്ചത്തിൽ ഇങ്ങനെ വറുത്തെടുക്കാം. ചിലപ്പോൾ കരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അടുക്കളയ്ക്കകത്താകുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയി വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും. അത് ഞാനല്ല ചെയ്യേണ്ട, അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏകദേശം കായൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലിച്ചിലാതെ സൗണ്ട് കേൾക്കും. അതങ്ങ് മാറി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നല്ല കറുമുറ എന്നുള്ള ചിപ്സ് കിട്ടുവേ. ഇതുപോലെയൊക്കെ വറുത്ത് കുറച്ച് കൂടുതൽ കൊണ്ടുപോയാൽ വൈകുന്നേരം സമയമാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് കറുമുറാന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ ആണെങ്കിൽ വാഴയ്ക്കപ്പോൾ ഉഴുന്നോടെ പരിപ്പോടെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഓടിച്ചെന്ന് വാങ്ങിക്കാൻ പറ്റും. അവിടെ പിന്നെ ആ ഒരു പരിപാടി നടക്കൂല. അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം മെനക്കിട്ടിട്ടായിരുന്നാലും ചിപ്സ് എല്ലാം കൂടെ വറുത്തൂരി എടുത്തു.